ഹായ്, ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. നല്ലൊരു വലിയൊരു ഗ്രൗണ്ടാണ്. ഇത് അസംബ്ലി ഗ്രൗണ്ടാണ്. പ്ലേ ഗ്രൗണ്ട് വേറെയാണ്, സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ അസംബ്ലി ഗ്രൗണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇവർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. നല്ല രസമാണ് ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ചെടിയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ അടിപൊളിയാണ്, അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാമേ. ഈ ഗ്രൗണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇതിൽ ഒരു മാവിൽ ഇഷ്ടം മാതിരി മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്. കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായി. ഈ 10 വർഷത്തിനുള്ളിൽ ഞാൻ ഇവിടെ ഇങ്ങനെ മാങ്ങ പിടിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുവാണേ. ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകാൻ തോന്നി. വേറൊന്നുമല്ല, ഇപ്പോൾ ചക്കക്കാലവും മാങ്ങക്കാലവും ഒക്കെ അല്ലേ. പണ്ടൊക്കെ കുഞ്ഞായിരിക്കുമ്പം എന്തുമാത്രം മാങ്ങയും ചക്കയും ഒക്കെ കഴിക്കുന്ന ടൈമാണിത്. അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാതെ നൊസ്റ്റു അടിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇഷ്ടംമാതിരി മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ് കേട്ടോ. ഇവിടെ 44 ഡിഗ്രിക്ക് മേളിലൊക്കെയാണ് ചൂട്. ഇപ്പോഴും ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ നല്ല ചൂടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രയും സമയം അകത്ത് AC-ലിരുന്നുകൊണ്ട് അത്രയും ചൂട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. കണ്ടോ മാങ്ങ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സാണ്. പെട്ടെന്ന് നമുക്ക് നാടൊക്കെ ഓർമ്മ വരും കേട്ടോ. ഇത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മാവാണ്. ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലങ്ങനെ മാങ്ങ പിടിച്ചിട്ടില്ല. ചെറുതായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചൂട് കൂടുതലായതുകൊണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ, എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ശവനാരിപ്പൂ എന്നൊക്കെ പറയും. ഞങ്ങളുടെ പറമ്പിലൊക്കെ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ വെറൈറ്റി ചെമ്പരത്തി ഇവർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ മുല്ല, അങ്ങനെ ഒരുപാട് ചെടികൾ ഈ രണ്ട് സൈഡിലായിട്ട് ഇവർ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ ചെമ്പകം, എന്ത് പറയാനാണ്, എല്ലാം കൂടി കണ്ടപ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ഫീലിംഗ് ആയിരുന്നു. നൊസ്റ്റു ഒക്കെ അടിച്ച് ഇനി വീട്ടിൽ പോകല്ലേ നിവർത്തിയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരാമേ. ടാറ്റാ ബൈ ബൈ, സീ യു.